ഏറെ നാളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും വളരെ അടുത്തൊരു വർക്ക് ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ചേർത്തിട്ടുള്ളൊരു മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴാണ് ഒരു തിരക്കഥാകൃത്തും സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാനും അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയത്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. എനിക്കൊരു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എങ്കിലും ആ ഒരു ഭാഗ്യം അത് എനിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ശ്രീമതി അതിൽ അഭിനയിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു കാരണവരാണ് എല്ലാ അർത്ഥത്തിലും. ഒരു വള്ളുവനാട് കാരണവർ. എൻ്റെ അച്ഛൻ്റെ സഹപാഠിയായിരുന്നു വിക്ടോറിയ കോളേജിൽ പാലക്കാട്. ആ അർത്ഥത്തിലും കൂടിയൊരു ബന്ധം ഉണ്ട്. വളരെ തീരാത്തൊരു നഷ്ടമാണ്. ശ്യാമപ്രസാദ് അനുസ്മരിക്കുകയാണ് MT. കെ മധു ചേർന്നു. മധു, ഈ പകൽ മരണത്തിൻ്റെ പകലാണ്. നമുക്ക് ഇതിനോടൊന്നും ഒരിക്കലും മാനസികമായി പൊരുത്തപ്പെടാനാവാത്ത വിധം. കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് മറ്റാരെയുമല്ല, മലയാളത്തിലെ ആ ദ്വയാക്ഷരത്തിൽ സങ്കീർണതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു കഥാകാരനെയാണ്. ഒരു സർഗവൈഭവത്തിൻ്റെ കുലപതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഏറെ ആൾക്കാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുണ്ടാവും. അങ്ങോട്ടേക്ക് നേരത്തെ മധു തന്നെ സൂചിപ്പിച്ചതുപോലെ ഉറുമ്പ് വരിവെച്ചെത്തുന്നത് പോലെ എത്രയോ മനുഷ്യരെത്തുന്നു. ഇനി ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. MT മരണത്തെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലും വിലാപയാത്രയിൽ ഇതുപോലെ ഒരു മരണം, മക്കൾ കടന്നു വരാൻ കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, ആ മരണത്തിന് അതിൻ്റെ പല മുഖങ്ങളെക്കുറിച്ച്, അതിൽ ജീവിക്കുന്നവരുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കഥയിലും അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ MT അങ്ങനെ ഒരു മരണം MT ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിരി അണയുന്നത് പോലെ, അത്രയും ശാന്തമായി, ഒരു പൂവ് കൊഴിയുന്നത് പോലെ അത്രയും നിഷ്കളങ്കമായി കടന്നു പോകണം എന്ന് എപ്പോഴും ആഗ്രഹിച്ച ഒരു എഴുത്തുകാരനാണ് MT. എല്ലാ കൃതികളിലും അദ്ദേഹത്തെ മരണത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. മോക്ഷം തേടി വാരാണസിയിൽ ചെന്ന സുധാകരൻ്റെ കാര്യങ്ങൾ, കാലഭൈരവൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന സുധാകരനെ പറ്റി ഉള്ള കാര്യങ്ങൾ എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇപ്പോൾ ഷാജു, നമ്മുടെ ആർക്കിയോളജിസ്റ്റ് KK മുഹമ്മദ് ഇപ്പോൾ നമുക്ക് MTയെ കണ്ട ശേഷം വരികയാണ്. MT, ഞാൻ നേരത്തെ പറയായിരുന്നു, MT 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം കൊത്തിവെച്ചത് MTയുടെ പുസ്തകങ്ങളിലാണ്. തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും ഓർമ്മിക്കുന്നത് ഞാൻ മഞ്ഞിൻ്റെ ഭാഷ അതെന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഇത്ര സുന്ദരമായിട്ടുള്ള ഗദ്യ കവിത എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു എടുത്തു എന്ന് ഞാനതിൻ്റെ പല വരികളൊന്നും എഴുതി കുറിക്കാറുണ്ടായിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അത് എഴുതി വെക്കാറുണ്ടായിരുന്നു. അത് പിന്നീട് മനഃപ്പാടമാക്കുകയുണ്ടായി. പെട്ടെന്ന് ഈ നിമിഷത്തിൽ പെട്ടെന്ന് പറ്റുന്നതല്ല. പക്ഷെ ലോകത്തിൻ്റെ ചരിവിൽ കവിതാക്കൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു അത് നോർത്ത് ഇന്ത്യയെക്കുറിച്ചാണ്. പിന്നീടാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ എത്തുന്നതും. അത് ഡെറാഡൂണിനെ കുറിച്ചും സിംലയെക്കുറിച്ചുമുള്ള ആ ഭാഗങ്ങൾ